ഗതാഗത നിയമ ലംഘനത്തിന് ഫൈൻ അടയ്ക്കാൻ വൈകിയാൽ ജില്ലാ ആസ്ഥാനങ്ങളിലെത്തി തുക അടയ്ക്കണമെന്ന പോലീസിന്റെ വിചിത്ര രീതി ജനങ്ങളെ വലയ്ക്കുന്നു. ഉടമ അറിയാതെ ഫോട്ടോ എടുത്ത് ചുമത്തുന്ന പിഴയ്ക്ക് നോട്ടീസ് അയക്കാനും പോലീസ് തയ്യാറാകുന്നില്ലെന്ന പരാതിയും വ്യാപകമാണ്. സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനും ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്രവാഹനം ഓടിക്കുന്നതിനും ഉൾപ്പെടെ പോലീസ് ചുമത്തുന്ന പിഴ 2 മാസത്തിനകം വിർച്വൽ കോർട്ടിൽ അടയ്ക്കാം. ഇല്ലെങ്കിൽ അത് ഓപ്പൺ കോർട്ടിലേക്ക് മാറും. എന്നാൽ ഇതൊന്നും വാഹന ഉടമയെ അറിയിക്കാനുള്ള സംവിധാനം പോലീസിനില്ല എന്നാണ് പരാതി. വാഹനത്തിന് എന്തെങ്കിലും ചുമത്തിയ പിഴയെക്കുറിച്ച് ഉടമ അറിയുന്നതാകട്ടെ വാഹന കൈമാറ്റം നടക്കുമ്പോഴോ ഫിറ്റ്നസ് ടെസ്റ്റിന് പോകുമ്പോഴോ മാത്രമാണ്. അപ്പോഴേക്കും പിഴയിട്ട് 2 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജില്ലാ ആസ്ഥാനങ്ങളിലുള്ള ക്രൈം റെക്കോർഡ്സ് ബ്യൂറോകളിൽ എത്തിയാലേ കാര്യം നടക്കൂ. അതായത് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്ത വാഹനം കാസർഗോഡ് എത്തിയപ്പോൾ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ പിഴ അടയ്ക്കാൻ കാസർഗോഡ് തന്നെ എത്തണം എന്നർത്ഥം. ഞാൻ എൻ്റെ ഒരു ബൈക്ക് ഒന്ന് വേറെ ആൾക്ക് വിറ്റു. അത് വിറ്റിട്ട് അതിൻ്റെ RC ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് ഇങ്ങനെ പോലീസ് ഇത്തരത്തിലൊരു ഫൈൻ എഴുതിയ വിവരം നമ്മൾ അറിയുന്നത് തന്നെ. ഫൈൻ എല്ലാവർക്കും വരും, അത് സ്വാഭാവികമാണ്. ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയൊക്കെ സംഭവിക്കുന്നതാണ്. ഇങ്ങനെ അടയ്ക്കാനുള്ളൊരു സൗകര്യം കൂടി ഗവൺമെൻറ് തലത്തിലൊരു തീരുമാനം എടുത്തിട്ട് അതായത് പോലീസ് സ്റ്റേഷനിൽ അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും. സമാന നിയമലംഘനങ്ങളുടെ പിഴ അടയ്ക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഓൺലൈൻ വഴി അവസരമൊരുക്കിയിട്ടുണ്ട്. ഇതേ രീതിയിൽ പോലീസും പിഴത്തുക അടയ്ക്കാൻ സൗകര്യമൊരുക്കിയാൽ മാത്രമേ ജനങ്ങളുടെ പ്രയാസത്തിന് പരിഹാരമുണ്ടാവുകയുള്ളൂ. ശാന്തകുമാർ വെള്ളാലത്ത്, ന്യൂസ് മലയാളം, മലപ്പുറം.